ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഞാൻ 3 കപ്പ് അരി ബസ്മതി റൈസ് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് കുതിർത്ത് വെച്ചിരുന്നതാണ് അരമണിക്കൂർ. ഇത് നമ്മൾ 3/4 കിലോളം കാണും ഇത്. അതുപോലെ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3/4 കപ്പ് തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് അതിൻ്റെ കൂടെ ഒരു നമ്മുടെ ചെറുനാരങ്ങയുടെ നീരോട് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അരമണിക്കൂറായി. അതുപോലെ 3 സവാള, മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, 2 മീഡിയം തക്കാളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം മുത്തിൻ്റെ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ നമുക്ക് ചുവന്ന മുളക് പൊടിയാണ്. അതുപോലെ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1 സ്പൂൺ, ഗരം മസാല 2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയിലയും പുതിനയിലയും, ഒരു അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പട്ട, ഗ്രാമ്പൂ. ഇത് നമുക്ക് വറുത്തിടാൻ വേണ്ട ഉള്ളി നൈസായിട്ട് അരിഞ്ഞതാണ്, കട്ടി കുറഞ്ഞ് നമുക്ക് വറുത്തിടാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ എണ്ണ, നെയ്യ്. അത് നമുക്ക് ചോറ് വേവിച്ചത് ഏകദേശം 3/4 ഭാഗം നമുക്ക് വെന്തിരിക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം വെള്ളം നമ്മൾ ചൂടാക്കി അതിനകത്തിലേക്ക് കുറച്ച് ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 2-3 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇടാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 ഗ്രാമ്പൂ, 2-3 കറുവപ്പട്ടയുടെ കഷ്ണങ്ങൾ ഇതും ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് ഉള്ളി അങ്ങോട്ടിടാം. ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടി നമുക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ നമുക്ക് അതിനകത്തിലിട്ടാം. നമ്മുടെ ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. നമ്മൾ തീ കുറച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും അതൊന്ന് ചുമന്നതിന് ശേഷം നമുക്ക് കിസ്മസ് കൊടുക്കും. നമ്മുടെ അണ്ടിപ്പരിപ്പൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. കിസ്മസ് കൊടുത്തിട്ട് നോക്കിയെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മസും മൂത്ത് വന്നിട്ടുണ്ട്. കോരിയെടുക്കാം. ആ എണ്ണയിലേക്ക് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള സവാള, നമ്മൾ 3 സവാള അരിഞ്ഞ് വെച്ചത് അത് തന്നെ എടുക്കണം. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് ഞാൻ 1 സ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളി വഴന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോറ് വെന്തോന്ന് നോക്കാം. ചോറ് നോക്കാം വെന്തിട്ടുണ്ടെന്ന്. നമ്മുടെ ചോറ് ഏകദേശം ആയിട്ടുണ്ട്. ഒരു 3/4 വേവായിട്ടുണ്ട്. നമുക്കത് ഇനി ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളി പകുതി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം കൂടെ ചതച്ചത് ഇടാം. ഉള്ളി നമ്മുടെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി അതുകൂടെ ഒന്ന് വെന്ത് ചേരാൻ വേണ്ടി നമുക്ക് ഒന്ന് ഇളക്കി. നമ്മുടെ സവാളയും തക്കാളിയെല്ലാം വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ഓരോന്നായിട്ടിടാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്കൊന്ന് മസാലയൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുന്ന വരട്ടെ. നമുക്കൊന്ന് ഇളക്കുക. നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കിയിരിക്കുന്ന ഒരു നാരങ്ങയുടെ പകുതി, അതിൻ്റെ നീരോടെ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മല്ലിയിലയും പുതിനയിലയോടെ വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ഇതിലേക്കിടാം. ഇതിലേക്ക് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിടാം. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം.
ഇനി നമുക്ക് അടച്ച് ഒരു 10-15 മിനിറ്റ് ഒരു മീഡിയം തീയിലിട്ട് വേവിക്കാം. ഏകദേശം ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് വാങ്ങാം. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. 15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ല കൊഴുത്ത മസാല എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 3/4 വേവായിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വെക്കാം. നമ്മുടെ ചിക്കനും ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും ഫ്രൈഡ് സാധനങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ലെയറായിട്ട് അടുക്കി സ്റ്റൗവിൽ വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് ചെറിയ തീയിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചെറിയ തീ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന കറുവപ്പട്ടയും ഗ്രാമ്പും കൂടെ നമുക്ക് ഇടാം. എന്നിട്ട് അടിയിലേക്ക് നമുക്ക് ശകലം ഗ്രേവി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലെയറായിട്ട് നമ്മുടെ റൈസും ചിക്കനുമായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ വരട്ടി വെച്ചിരിക്കുന്ന അതുകൂടെ നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിനയില, അതിന് മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ പീസ്. നമുക്ക് അടുത്ത ലെയർ റൈസ് ഇടാം. വീണ്ടും നമുക്ക് ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും കൂടെ കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി ഇടുക. അതുപോലെ പുതിന, മല്ലിയില. ഇനി ബാക്കിയുള്ള ചിക്കൻ എല്ലാം നമുക്ക് ഒരുമിച്ച് ഇട്ടേക്കാം. ഇനി ബാക്കിയുള്ള റൈസ് എല്ലാം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. നല്ലപോലെ ലെവൽ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പും ഉള്ളിയെല്ലാം കൂടെ ഇട്ട് മല്ലിയിലയും പുതിനയിലും കൂടെ ഇടാം. അവസാനം നമുക്ക് കുറച്ച് നെയ്യൂടെ നമുക്കിതിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നെയ്യൂടെ ഇതിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുക്കാം. ഇത് ലാസ്റ്റിൽ നമുക്ക് ഇത് കളർ കിട്ടാൻ വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റൗ സിമ്മിലിട്ടതിന് ശേഷം ഒരു പഴയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചേർത്തടച്ച് വെക്കാം. ഒരു 15 മിനിറ്റോളം ഇങ്ങനെ ഇരുന്ന് വേവട്ടത്. നമ്മുടെ ബിരിയാണി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.